പറഞ്ഞ് കരച്ചിലായിരുന്നു. കരഞ്ഞോ, കുറച്ച് കരഞ്ഞോ, എല്ലാവരും കരഞ്ഞോ? ഹലോ, അപ്പോൾ നമ്മൾ ഇന്നോട്ട് പോകുന്നത് ഗുരുവിന്റെ വീട്ടിലേക്ക്. നമ്മളിന്ന് ഗുരുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അപ്പം എല്ലാ വിശേഷങ്ങളും ഈ വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ. ഹായ്, ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഞാൻ നവ്യ. സോ ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി നമ്മളിന്ന് ഗുരുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മളിന്ന് ഗുരുവിൻ്റെ വീട്ടിലേക്ക്, ദാറ്റ് ഈസ് ചങ്ങല ടീമിലൊരു മെമ്പർ, പിന്നെ അല്ലാണ്ട് നമ്മൾ KL ബ്രോ ബിജു അങ്കളുടെ പെങ്ങൾ. ഓക്കെ, നമ്മളിന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത്. അത് ആ ആൻറ്റീൻ്റെ വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ മമ്മേൻ്റെ വീട്ടിൻ്റെ അടുത്താണ്. ഓക്കെ, നമ്മൾ മാമീൻ്റെ കടയുണ്ട്, മാമീൻ്റെ കടയിലേക്ക് പോകും. സ്ഥലം എന്നാ ഉള്ളത് ഇത് മയിൽ ഡക്കാൻ കോംപ്ലക്സില് നാസ് എന്ന് പറഞ്ഞ ഒരു ലേഡീസ് നവേഴ്സും പിന്നെ ലേഡീസിന്റെയും ചെറിയ കിഡ്സിന്റെയും എല്ലാ ഐറ്റംസും വെക്കുന്ന ഷോപ്പാണ്. അപ്പോൾ ഇവിടെ എല്ലാ ടൈപ്പ് ജീൻസ് പാൻസും പിന്നെ ഇന്നർവിയേഴ്സും എല്ലാം ഉണ്ട്. പിന്നെ കുട്ടികളതായാലും ന്യൂ ബോൺ ബേബീസിൻ്റെ എല്ലാ ഡ്രസ്സും എല്ലാം ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ മുതലാളിമാര്. ഇത് സ്മിത, ഇത് നീതു. നമ്മൾ മെയിൻലി നമ്മളെ വാവേനെ കാണാനാ പോകുന്നത്. ബിജു അങ്കളുടെ വാവയില്ലേ, രണ്ടാമത്തെ കുട്ടി, വാവേനെ കാണാൻ ശരിക്കും കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ വാവക്ക് ഡ്രസ്സ് എടുക്കണ്ടേ. അപ്പം നമ്മൾ മാമീൻ്റെ ഷോപ്പിൽ, ഇതെൻ്റെ മാമിയാണ്, നീതു എന്ന് പറഞ്ഞ മാമിയാണ്. അപ്പോൾ മാമീൻ്റെ ഷോപ്പിലേക്ക് പോയി. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നമ്മൾ നമ്മൾ ഡോറേനെയും മറുവും വന്നു കടയിലേക്ക്. രാവിലെ തന്നെ കൊഴപ്പാക്കിയിട്ട് കൊഴപ്പൽ മാറിയാ ഇന്നില്ലല്ലേ, ഇന്ന് മാമേന്റെയും ആന്റണിയും ഫോട്ടോ എടുക്കണം. അങ്ങനെ വരുന്നതല്ല ഹായ് ലല്ല, ചെറുതിന് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോണ്ടല്ല, അങ്ങനെ തന്നെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. ഇതിന് പോലെ തന്നെ ഒരു കൊച്ചിന് വിചാരിക്കും. വീഡിയോ എടുക്കുമ്പോൾ കൊച്ചെല്ലാം വന്ന് അല്ല, അത് ഡോറ ബുജി എന്ന് പറയാ എല്ലാരും. ഡോറ ബുജി. സുരേഷേട്ടനൊപ്പം പറയുന്നത് വല്ലേ പറയുന്നത് പിന്നെ പോസിനൊരു പെണ്ണ്. പക്ഷെ അന്നേ നമ്മള് പരിചയമായില്ല. കൊടുത്തു, കുരുവി കൊടുത്തു. അങ്ങനെ യെസ്, ഞാൻ ആദ്യം പറഞ്ഞിട്ട് നമ്മൾ മെയിൻലി വാവേന കാണാനാ പോകുന്നത്. നമ്മൾ ബിജു അങ്കളിനെ വാവേന. അപ്പോൾ വാവക്ക് നമുക്ക് എന്തെങ്കിലും വാങ്ങണ്ടേ, ആദ്യമായിട്ട് പോകുന്നില്ലേ നമ്മളെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ ഡ്രസ്സ് വാങ്ങുന്നു. അപ്പോൾ നമ്മൾ മാമീൻ്റെ ഷോപ്പിൽ നല്ല സെലക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ പോയാലും നാട്ടിൽ പോയാലും എല്ലാം നമ്മൾ മാമീൻ്റെ ഷോപ്പിൽ നിന്ന് ഡ്രസ്സ് വാങ്ങലിട്ട് നല്ല സെലക്ഷനാണ്, നല്ല സൂപ്പർ സെലക്ഷനാണ് അവിടെ. അപ്പോൾ പോവാത്ത എല്ലാവരും അങ്ങോട്ടേക്ക് പോകണം കേട്ടോ. നല്ല സൂപ്പർ സെലക്ഷനാണ്, ഒന്ന് പോയിട്ട് വന്നോ, നല്ല സൂപ്പറാണ്. അപ്പം നമ്മൾ അവിടെ എല്ലാം ഉണ്ട്, കുഞ്ഞു വാവക്കായാലും വലിയ ആൾക്കാർക്കായാലും ആൻറ്റിമാർക്കായാലും പിന്നെ പ്രഗ്നൻറ്റ് ലേഡീസിനായാലും എല്ലാ ഡ്രസ്സും ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് പോവുക. അപ്പം നമ്മൾ വാവക്ക് വേണ്ടിയിട്ട് ഡ്രസ്സെല്ലാം വാങ്ങി നമ്മൾ അവിടെ നിന്ന് വിട്ടു. എന്നുവെച്ചാൽ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ബേക്കറി വാങ്ങിയിട്ട് പോവാമെന്ന് വിചാരിച്ചു. ആൻറ്റിൻ്റെ വീട്ടിലേക്കും പിന്നെ നമ്മൾ മുകളിൽ നമ്മളെ ബിജു അങ്കളുടെ വീട്ടിലേക്കും. അവരുടെ വീട് സെപ്പറേറ്റ് അല്ലേ, താഴെയും മുകളിലും അല്ലേ. അപ്പോൾ നമ്മൾ ആൻറ്റിൻ്റെ വീട്ടിലേക്കും
ബിജു അങ്കിളിൻ്റെ വീട്ടിലേക്കും വേണ്ടിയിട്ട് നമ്മൾ സ്വീറ്റ്സോ അല്ലെങ്കിൽ ബേക്കറിയോ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയായിരുന്നു. നമ്മൾ മാമീൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെ നാസിൻ്റെ ഷോപ്പിൽ നിന്ന് തൊട്ട് സൈഡിൽ തന്നെ കുറച്ച് മുമ്പോട്ട് തന്നെ KR എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ആ ഷോപ്പിൽ നിന്ന് നമ്മൾ കാണിക്കുമേ അൻഷു വരാൻ പറയടാ, വാടാ. ഓഫാക്കി ഞാൻ 8 മണി ഞാൻ ഉറങ്ങി നിൽക്കാൻ പറഞ്ഞ കുരുവി അങ്ങ് മയിലെത്തി, നീ എന്നായി ഉറങ്ങുന്നെന്ന് പറഞ്ഞിട്ട് അന്നെ പിടിച്ചു വെച്ച് എണ്ണിപ്പിച്ച. ബ്ലോക്ക് ആയി പോയി. പിന്നെ അങ്ങനെ എല്ലാവരും വന്നു. കുരുവിയും ഡോറയും പിന്നെ മറുവും എല്ലാവരും വന്നു. എല്ലാവരും വരുമ്പോഴത്തേക്ക് നമ്മളെ ദർശൂട്ടിന് വയ്യാന്ന് പറഞ്ഞിട്ട് പനിയാന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കാൻ പോയിരുന്നു. മമ്മിയും മറുവാൻ്റെയും കൂടി വണ്ടി എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോയിനേനു. എന്നിട്ട് അവിടെ നിന്ന് നമ്മളെ മറുവാൻ്റെയും പിന്നെ ഡോറയും കുരുവി ആൻറ്റിയും കൂടി ഓട്ടോന് വന്നിട്ട് മമ്മയും സ്കൂട്ടിയിൽ വന്ന് ഞാനും മാമയും കൂടി സ്കൂട്ടിയിലേക്ക് അങ്ങോട്ടേക്ക് പോലെ. അപ്പോൾ നമ്മൾ മൈ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് ഉണ്ടാവും കേട്ടോ അവിടത്തേക്ക്. അപ്പോൾ മുകളിൽ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് താഴോട്ടേക്ക് നടന്നു. എല്ലാവരും കൂടി അവരെ 3 ആൾക്കാരും ഓട്ടോയിലെടുത്ത് മമ്മ സ്കൂട്ടിയിലും മാമിക്കും വാവേനെ കാണണം എന്ന് പറഞ്ഞിട്ട് മാമിയും കൂടെ വന്നിട്ടേനു. എന്നിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയി. അവിടെ നിന്ന് താഴേക്ക് ഒരു 5 മിനിറ്റ്സ് നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും താഴേക്ക് വന്നു. അപ്പം നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അവിടെ പോകുമ്പോഴത്തേക്ക് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിന് നമ്മളാ എപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ സൗണ്ടിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴത്തേക്ക് എല്ലാവരും പുറത്ത് വന്ന് നിന്നിട്ട് നല്ല ഒരു ഹാപ്പി ഫേസ് ആയിട്ട് എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ടായിരുന്നു. അനൂട്ടി അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പുറത്ത് ഇപ്പുറത്ത് നിനക്കാൻ പറ്റില്ല. നമ്മളെ സ്വന്തം മോളെ പോലെ മടിയാന്നല്ല. എന്തെന്നാണ് ഇതെല്ലാം നിങ്ങൾ മേടിച്ചത്? അങ്ങനെയുണ്ടാ? നീതു ആയിക്കോട്ടെ, അതിനൊന്നും പ്രശ്നമുണ്ടാ? അവരോട് യോഗ്യം പറയാ. എന്നെ ക്ലാസ്സെല്ലാം കട്ടാക്കിയല്ലേ നീ? നമ്മളെല്ലാവരും കൂടി ഉള്ളിലേക്ക് കയറി. ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്ക് ഫുള്ള് ഫോട്ടോസ് ആയാലും പ്ലേ ബട്ടൺ ആയാലും നമ്മൾ കുറേ ട്രോഫിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആ ഫോട്ടോയിൽ നല്ല വൃത്തിയുണ്ടായിരുന്നു കാണാൻ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അമ്മമ്മയായാലും കവ്യാൻ്റെ ആയാലും നല്ല ഹാപ്പി ഫേസിൽ നമ്മൾ എല്ലാവരെയും വെൽക്കം ചെയ്തു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. രാവിലെ ഇറങ്ങിയവർക്ക് ഫസ്റ്റ് വെള്ളം,
7 മണിക്കളിയാക്ക് ഫസ്റ്റ് വെള്ളം കൊടുക്കുക, 10 മണിക്കളിയാക്ക് പിന്നെ കൊടുക്കുക. നിങ്ങൾ എത്ര എനിക്ക് വെള്ളം കിട്ടുന്നില്ല ഇതിന് പരിചയപ്പെട്ട് കുറിച്ച് എങ്ങനെയാ അതിനെ ഉച്ചയുടെ വന്നതാണ് അങ്ങനെ വരിക നമുക്ക് എല്ലാരും നോക്ക് എല്ലാരും നോക്ക് എന്റെ അമ്മ लड़ जावे ओ जिससे कि दिल मेरा पीछे पीछे पड़ जावे दिल में ये तेरे घर कहीं और गुजर ये रातें करना जो तुझी दफा पहली बार कर जाए ഭാഗ്യേച്ചിന്റെ സൗണ്ട് അല്ലേ ഇവക്ക് ഭാഗ്യേച്ചിന്റെ സൗണ്ട് പോലെ അനുവിന്റെ സൗണ്ട് మల్టీప్లెక్స్ లోని ఆడియన్స్ లాగా మౌనం కొన్నా గానీ అమ్మో లోన గంటనగా జరిగిందే నమ్మో దిమ్మ తిరిగిందాకే మైండ్ వస్తుందో हंस रहा है बारिश की जाए यार हंस रहा है बारिश की जाए ആരും അമ്മമ്മ ആവാനാ ഇനി ഞാൻ കല്യാണം കഴിച്ചാലും അമ്മമ്മ ആവല്ലോ ഓൾറെഡി അമ്മമ്മ ആയി ഇന്ന് രാവിലെ എണീച്ചപ്പോ എന്റെ ബെഡിന്ന് ചെയ്യുന്നു ഫുൾ സ്പീഡിൽ ഫാൻ ഇട്ട് ഞാൻ അപ്പോഴേ ഓടി എല്ലാവരും കണ്ട് വാവേനെ എടുത്ത് പക്ഷേ നമുക്ക് ഒരു വിഷമം ഉണ്ടായിട്ടില്ല നമ്മളെ ബിജു അങ്കിൾ അവിടെ ഉണ്ടായിട്ടില്ല അങ്കിളിന് എന്തോ ആവശ്യം ഉണ്ടായിട്ട് അവർ എറണാകുളം തിരുവനന്തപുരത്തും കാരണം പോയിന്നും തോന്നുന്നു എക്സാക്ട് പ്ലേസ് എനിക്കറിയില്ല അപ്പോൾ അത് ഭയങ്കര വിഷമമായിപ്പോയി ആർക്കും കാണാൻ പറ്റിയിട്ടില്ല അമ്മമ്മക്കായാലും വിഷമമായിപ്പോയി എൻ്റെ മോൻ കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മോനെ കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ഒരു പ്ലാൻ ചെയ്തിരുന്നു ഫസ്റ്റ് നമ്മൾ നാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വന്നപ്പാട് തന്നെ ബിജു അങ്കിളും ആൻറ്റിയും ഗുരു ആൻറ്റിയും കൂടി നമ്മളെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു കണ്ണൂരത്തേക്ക് വരാമെന്ന് പറഞ്ഞു എല്ലാവരും കൂടി അവിടെ സ്റ്റേ എന്തെങ്കിലും ചെയ്യാമെന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷെ ഒന്നും നടന്നിട്ടില്ല അപ്പോൾ അത് ഭയങ്കര ഒരു വിഷമമായിപ്പോയി എല്ലാവർക്കും
लगा के पैरों में पायल सजा के मन घड़ा कसूता लागे सा मन घड़ा कसूता लागे सा भुट्टे भुट्टे गाने चला के दिल से बोता है बुला के എന്നാ സ്പെഷ്യൽ ആക്കിനി എന്റെ അൽഫാം കൊടുത്തു ആന്റി എന്റെ അൽഫാം കൊടുത്തു അതാ ഉണ്ടായാ മതി അതിനൊരു സ്ഥലം ബാക്കി വെക്കാൻ നമുക്ക് വരുന്നു कसूरी मेरी गोदी में गाए टिप टिप बरसा पानी पानी में आग लगाए आग लगी दिल में तो दिल को तेरी നോക്കാം I just wanna eat it. Baby, let me see it. Oh, I really need it. Oh, baby, let me see it. നാടൻ കറിയും ചോറും ഒരു ഭക്ഷണം ഒരു ലേശം കഴിക്കല്ലേ നമുക്ക് ഉച്ചക്ക് അങ്ങനെ Oh, baby, let me see it. Just wanna eat it. സജിനേച്ചി ലിജേച്ചി വരുന്നുണ്ടമ്മ സ്കൂട്ടിക്ക് വരുന്നുണ്ട് പറഞ്ഞു. ഇപ്പൊ മയിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന കണ്ടിട്ടുണ്ടാവാ. അപ്പൊ ഞാൻ ശരി പേരെന്നായ പത്തരക്ക് അപ്പൊ ഇന്ന് വിളിക്കാൻ തോന്നുന്നു അങ്ങനെ പറഞ്ഞു. അതിന് ഇവിടെ വന്നിട്ട് പോകുമ്പോഴേക്കും ചിലപ്പോ പനി കൂടിയില്ലെങ്കിലോ വെച്ചിട്ട് കാണിച്ചു. എന്ത് കച്ചാറാ എന്തല്ലോ വെച്ചിന് വേണമല്ല എനിക്കല്ല ശരി സ്റ്റാർ കാണുമ്പോ വായിന്ന് വെള്ളം വരില്ല അൻസിക്ക് ആയിട്ടില്ല ചിക്കു അങ്ങനെയാക്കല്ല അൻസ് ഏകദേശം പഴുത്ത് തന്നിട്ട് ഞാൻ വെറുതെ പച്ച തിന്നു പറിച്ചിട്ട് പച്ച നല്ല ടേസ്റ്റ് അല്ലേ പക്ഷെ അത് രണ്ടെണ്ണം തിന്നിട്ട് എനിക്ക് ചെറുങ്ങനെ ശ്വാസം മുട്ടലേ ഇതായി ഈ തണുപ്പല്ലേ ബാൻഡ് പൊന്നിട്ട് ഞാനെടുക്കാലോ ഞാനെടുക്കാലോ കൂടാഴ്ച കൂടാ വേണമെങ്കിൽ പറിക്കാനുണ്ട് നിങ്ങൾ പറിച്ചോ വീട്ടിൽ പോയിട്ട് ആക്കിയപ്പോ അച്ചാറ് അച്ഛതാക്കണം അങ്ങനെ പച്ചക്കല്ല ഞാൻ തെച്ചൊന്നും എടുത്തിട്ടില്ല അത്രയെല്ലാം എടുക്കാൻ കഴിയും ഇന്നലെ മിഞ്ഞാന്ന് അങ്ങനല്ലേ ബാക്കിയുണ്ട് തിന്ന് മര്യാദക്ക് തിന്ന് മഴ തുറന്ന് തിന്ന് ഇങ്ങനെ വാങ്ങിയിട്ട് ഇങ്ങനെ ഇങ്ങനെയാക്കോ വിശമുണ്ട് അതാ എനിക്ക് കേൾക്കേണ്ടത് എന്തേനോ അല്ല ഇങ്ങനെ നിങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ച് വരാനും കാണാനും കൂടി ഞാൻ അത്രയായി ആഗ്രഹിക്കുന്നു. എല്ലാത്തിനും ഒരു സമയമുണ്ട് നിങ്ങള് വിളിക്കുമ്പോ ഞാൻ എപ്പം താഴേന്ന് എടുക്കുന്നില്ല. ഇവള് വിളിക്കുമ്പോ എടുക്കും, നീ വിളിക്കുമ്പോ എടുക്കും. മറ്റേ ഇവര് പിന്നെ എനിക്ക് അത്ര ഇതില്ല ഓളാന്ന് പറയല്ലേ പറയല്. ഇവളെ വിചാരിച്ചിട്ട് എടുക്കും. ഓളാ എന്നോട് വിഷയം പറയല്. ഇവിടെ കേരള ഡ്യൂട്ടിയിലായതൊക്കെ ഇറങ്ങിയില്ല
അപ്പൊ ഇപ്പൊ എല്ലാരും രാവിലെ ശേഷം അല്ലെങ്കിൽ കഴിക്കേ രാവിലെ എല്ലാം കുട്ടി വന്നിട്ടുണ്ട് कठिन है लग പറയാനുണ്ടല്ലോ. ഞാൻ എനിക്ക് അനിയനുണ്ട്. ഓനിപ്പം മർച്ചന്റ് നേവി പഠിക്കുന്നു, മെറൈൻ എഞ്ചിനീയറിംഗ്. കപ്പലിൽ പോയില്ല, പഠിക്കുന്നത്ര. ഭയങ്കര ഉയർന്ന ജോലിയല്ലേ മോളെ. എല്ലാ പണിയും വലിയ പണിയാണ്. ഫുഡ് എങ്ങനെയുണ്ട്? എല്ലാം കവിയാൻ്റെ കുരുവിയാണ്ടി മറു കുരുവി എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളി. ഒരു വെറൈറ്റി ടേസ്റ്റ് ഇല്ലേ? വേറത്തിന്റെ ടേസ്റ്റ് ഇല്ലേ? ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റ് ഇല്ലേ? കിട്ടി, നല്ല അഭിപ്രായം കിട്ടി. സമാധാനയാ? ഇരിക്കടാ ആന്റി. എന്റെ ഉദ്ദേശമുള്ള കാലങ്ങളെല്ലാം കഴിഞ്ഞു, ഭക്ഷണമാക്കുന്നല്ലോ. ഞാനിതെല്ലാം മതിയാക്കി. ഇനി നോട്ടം നോക്കണ വയറ് വന്നു നമ്മളെ. അതിപ്പോ മോളെ നീയൊന്ന് പറയാനി. ആന്റി അവിടുന്ന് മാങ്ങ പറിക്കല്, മറ്റേ മാങ്ങ
നമ്മൾ കൊണ്ടുവന്നേ പുഴയിലേക്ക് അങ്ങോട്ടാ. നമ്മളവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ തായയിലേക്ക് പോലായി. തായ എന്ന് പറയുമ്പോൾ നമ്മളെ ഗുരുവായൂരിൻ്റെ വീട്ടിലേക്ക് പോലായി. നമ്മൾ സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിന്. നെയ്ച്ചോറും ചിക്കൻ കറി നല്ല വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പുറം കൊടുത്തിട്ടുണ്ട്. എന്റെ വീട് ഇത് അവിടെ നിന്ന് അനങ്ങി പിടിച്ചു. അങ്ങനെ എല്ലാവരും ഗുരുവായൂരിന്റെ വീട്ടിലേക്ക് പോയി. ഇതാണ് നമ്മളെ ഗുരുവായൂരിന്റെ വീട് കേട്ടോ. തൊട്ട് സൈഡിൽ തന്നെയാണ്. ചക്കയുണ്ട് അല്ലേ ഒരു ഇഷ്ടം പോലെ. പ്രകാശം കിട്ടിനി നാടൻ തന്നെ. അതെ സുന്ദരി കുട്ടിയാണല്ലോ ഇരിക്കുന്ന സുന്ദരി കുട്ടിയാണല്ലോ. കുട്ടീനെ പോലെ തന്നെ ഉണ്ട്. മുഖം അങ്ങനെ തോന്നല്ലേ. നമ്മളവിടെ പോകുമ്പോഴത്തേക്കും കുഞ്ഞൊരു പട്ടിക്കുട്ടീനെ കയറ് കെട്ടിയിട്ടുണ്ടായിന് അവിടെ. അപ്പോൾ അമ്മ കയറ് കെട്ടിയിട്ട് കാണുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമമായി പോയി. അവിടെ ആ സംഭവം ഇടാനായില്ലല്ലോ, പട്ടിടാനായില്ലല്ലോ. അപ്പോൾ അവിടെ കയറ് കൊട്ടിയിട്ടുണ്ടായിനി. വലിയ കൂടുവാക്കി കൊടുത്തിന് അങ്കിൾ അവിടെ. അപ്പോൾ അതിനെ കാണുമ്പോൾ ഭയങ്കര വിഷമമായി പോയി. നമ്മളുടെ ക്വാളിറ്റി ഒന്നില്ലേ കുക്കി. അപ്പോൾ അതിനെപ്പാട് ഞാൻ എടുത്ത് മമ്മ കൊടുത്തു. അമ്മ അവിടെ കൈ പിടിച്ചിരിക്കുന്നത് എനിക്ക് കൂട്ടിലൊക്കെ മടിച്ചിട്ട്. അപ്പോൾ മാമി പോലെ മാമനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. മേമ വന്നിട്ടുണ്ടായിനേനു അങ്ങനെ ഉള്ളിൽ നിന്ന്. അപ്പോൾ മേമനെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് കൊണ്ടാക്കണം. അതുകൊണ്ടാണ് എന്നാൽ പുറത്ത് കൂട്ടത്തിൽ തന്നെ ആവുമ്പോൾ ചെറിയ കാണുന്നുണ്ട്. എന്നാലും പുറത്ത് കഴിച്ച് ഇങ്ങനെ അതുകൊണ്ടാണ് സിനിമ മനസ്സിലാക്കും. ആന്റിങ്ങനെ അടുപ്പിച്ചിരിക്കുന്ന നമുക്ക് ഇഷ്ടമല്ല. തൊടു ഇങ്ങനെ എടുത്തിരിക്കുന്ന നോക്കിയാണില്ല. ഇങ്ങനെ തൊടുകയില്ല തിന്നാ പപ്പൊരു ഫോട്ടോ കൂട്ടിക്കോറി മാന്തൊന്നുമില്ല. അനങ്ങാണ്ട് നിൽക്കുന്ന നോക്കിയാട്ടെ. എന്ന് താരങ്ങിട്ട് പോണം. അതാണ് താഴത്തെ നിൽക്കോണ്ടിരിക്കുന്നു. അതിന് അവരാ സുന്ദര മണിയാണ്. പേര് കൂടി
അതൊരു പിന്നെ ദിവസം ആക്കാണ് പേര് നിങ്ങൾ എന്തായാലും പറഞ്ഞാൽ മതി. അല്ലേ 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 ചിക്കു? അപ്പൊ ഞാൻ എന്റെ ചെങ്ങായിമാർക്ക് സൂക്ഷിച്ച മാങ്ങ ഉപ്പിലിട്ട് പഴുത്ത മാങ്ങ ഉപ്പിലിട്ട് കുറച്ചൊക്കെ കൊടുത്തിട്ട് അവർ തിന്നിട്ട് മതി മതി. കൊണ്ടുപോയിക്കോട്ടെ. നമുക്ക് പൈനാപ്പിൾ മതി, ഇത് പഴുത്ത മതിയല്ലേ? പൈനാപ്പിൾ ഉണ്ടല്ല കുറേ ഒരു മാസമായിട്ട് നല്ല ടേസ്റ്റ് പുഴുങ്ങിയല്ലേ ഒരു മാസമായിട്ട് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? എന്ന് വെച്ചാല് ഒരു ഇത് ഇറങ്ങിയിട്ടുണ്ടാവും. ഇത് മുളക് കിട്ടില്ല അതിനകത്ത് മുളകും കൂടിയാണ് അതിനകത്ത് പൊളിക്കും. കോഴിക്കോട് കൂടെ എരിവുണ്ട് ആ പൊളി ഒരു മാസമായിട്ട് മാത്രം സൂപ്പർ. മാങ്ങ ഇഷ്ടമായില്ല അവന് ഇഷ്ടമായി മാങ്ങ ഇഷ്ടമായി വയ്യ പറയൂ വയ്യ വീട്ടിലെത്തിട്ടാകുമ്പോ ഇതല്ല
ചാർത്തുന്നു. അല്ല പിന്നെ ദിവസം ഞാൻ തൊഴിലുറപ്പിൻ്റെ മാങ്ങ കിട്ടിയിട്ട് പ്രിയോറിന് ഞാൻ കൊടുത്ത് പിന്നീടെടുക്കുന്നു. ചിക്കു അന്ന് ലീലാൻ്റെ പറഞ്ഞ മാങ്ങ കിട്ടി അരക്കും തരണേന്ന്. പക്ഷെ എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ അയച്ചോട്ടെ. ഞാൻ പിന്നെ കൊണ്ടുവന്ന വാങ്ങിയതിന് 50 അടിച്ചിട്ട് മാറ്റി വിട്ടുകയും ചെയ്തു. അതുകൊണ്ടാണ് പറഞ്ഞിടാൻ പറ്റുമായിരുന്നു. ഫ്രിഡ്ജ് വെച്ച് നല്ല സൂപ്പുണ്ടാകും. പക്ഷെ ഇതിന്റെ കുപ്പിയും ഇത്രപ്പെട്ട കുപ്പിയല്ലേ കനുവല്ലേ. ുണർന്നിടാത്തൊരു പുതുരാഗം എവിടെ മറന്നു ഞാനീ രാഗം. അന്ന് പിന്നെ കുന്നത്തൂർ പണി പോകുമ്പോ സുരേഷേട്ടൻ കളിച്ചാലെന്ന് അനുസരിക്കുന്നു. സുരേഷേട്ടൻ എന്ന് പറഞ്ഞാല് ഡോറേന്റെ ഭർത്താവാന്നേ. பாதி ஜீவன் கொண்ட தேகம் வாழ்க வந்ததோ, மீதி ஜீவன் உன்னை பார்த்த போது. എവിടെ ഓർത്തു? ഓ കൊറേ ഉണ്ടല്ലോ അല്ലേ. लड़ जावे ओ जिसे देखे दिल मेरा पीछे पीछे पड़ जावे. दिन में ये तेरे घर कहीं और गुजरे ये रातें, करना जो तुझी दफा पहली बार कर जावे. എല്ലാവർക്കും വയറിളക്കിയാൽ അടിപൊളി. ഉണ്ണിയപ്പം ചായക്ക് കടി കിട്ടാൻ കൊണ്ടുതന്നെയാണ്. അതിന്റെ മോൻ കൊണ്ട് തന്നെയാണ്. ചായ വെള്ളം ഇങ്ങൊക്കെ കൊണ്ടുതന്നെയാണ്. മോളെ എനിക്ക് മധുരം വേണ്ട അമ്മമ്മേ. മധുരം ഇഷ്ടല്ല. ആ ബിൽമക്ക് 2 കഴിച്ച് ടേസ്റ്റ് ഉണ്ടായിനി. സ്റ്റാർഫ് മധുരം വേണ്ട ആൻറ്റി. സ്നേഹത്തിന്റെ പ്രതീകമായ മധുരമാണ്. വേണ്ട ഉണ്ണിയ ഇല്ല. മധുരൊന്നും കഴിക്കില്ല. ഇല്ല ചോക്ലേറ്റ് കഴിക്കില്ല. ഐസ്ക്രീം കഴിക്കും. വാനില എപ്പോഴും ഇല്ല. ഇടക്ക് കോണൊന്നും ഇഷ്ടമല്ല. മറ്റേ ഈമ്പന്നില്ലേ 5 റുപ്യേൻ്റെ 10 റുപ്യേൻ്റെ 50 ഓറഞ്ച് കളർ അതിഷ്ടം. ആ മാംഗോ അല്ല ഓറഞ്ച്. ഇത് എല്ലാരും കൊടുക്കും. വേണ്ട പറഞ്ഞു. എന്നോട് അത്രേ സ്നേഹമുള്ളൂ. അതുകൊണ്ടല്ലേ വേണ്ട പറയുന്നത്. ആ മാങ്ങ തന്നത് ഷാർപ്പ് തന്നത് പിന്നെ ആരോട് അതിന്റെ കൊരക്കാണ്ടിട്ടേ നമ്മളെ കവ്യാന്റെ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ നാളെയാണല്ലേ അങ്ങ് പോകുന്നത്?
രാവിലെ പോകും 10 മണിക്ക് ട്രെയിൻ. രാവിലെ 8:30 തിരിച്ച് ആദ്യം ജൂലൈയിൽ തിരിച്ചു വരുന്നുണ്ട്. ജൂലൈയിൽ വരുന്നുണ്ട്. അന്നൊരു ഇന്ന് ബിജുവിനെ കാണാൻ പറ്റിയില്ല. അത് ഭയങ്കര വിഷമായി പോയി. സമയമായിട്ടുണ്ടാവില്ല. ഓനെ നമുക്ക് കാണാനുള്ള ഒരു സമയം മുഹൂർത്തം ആയിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ഇഷ്ടമായി നമ്മൾ വന്നിട്ട്? ആൻറ്റി, കവി ആൻറ്റി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ വന്നിട്ട്? അത് അവിടത്തേക്ക് എടുത്തിട്ട് പോന്ന് മൂത്തക്കും അമ്മമ്മക്കും കൊടുക്കാനാണ്. ਤੈਨੂੰ ਵੇਖ ਕੇ ਚੜ ਗਏ ਇਸ਼ਕੇ ਤੂੰ ਡਾਇਮੰਡ ਵਾਂਗੂ ਲਿਸ਼ਕੇ ਨਾ ਕਰਨੀ ਸਿਫਤਾਂ ਤਾਜ ਮਹਿਲ ਦੀ ਤੇਰੇ ਬਾਰੇ ਲਿਖਦੇ പറഞ്ഞേ. അതങ്ങനെ കൊടുത്തോ, കവറോട് കൊടുത്തോ. ഗുരുവാൻറ്റി ഒന്ന് ബാക്കോട്ട് നോക്കിയേ. മാറമേ എനിക്ക് മാത്രം വേണ്ട. അങ്ങനെ എല്ലാവർക്കും ഉണ്ടെങ്കിൽ എനക്ക് ഞാൻ സ്വീകരിക്കൂലോ. അത് തുറന്ന് കാണിക്കടാ. ഇവർക്കൊന്നും വിഷമാവല്ലേ? ഇവർക്കെല്ലാം കൊടുക്കേണ്ടത് കൊടുത്തിനി. നിങ്ങൾക്കെല്ലാം തന്നില്ലെന്നോ പറയാ. ഇനി അമ്മേ അമ്മേ മുണ്ടേന്റെ വക എനക്ക് സെറ്റുമുണ്ട്. സെറ്റുമുണ്ട്. ഞാനൊന്നും കാണുന്നില്ലല്ലോ. ഇതാ ഗുണ്ട. ഗുണ്ട ഇതാണോ? ഓ അത് ശരി. ഗുണ്ട പേടി. അല്ല ഇവള് നമുക്ക് എല്ലാവർക്കും ഇത് കൊടുത്തിട്ട് എല്ലാവർക്കും ഒരേപോലെ ഇത് കൊടുത്തിട്ട് ദിക്കിൽ പോവാനുണ്ട്. നല്ല നല്ല എല്ലാരും കൂടി. താങ്ക് യു. നിങ്ങൾ കണ്ടിട്ടില്ല എല്ലാരും എനിക്ക് ഇത് തന്നത്? എടുത്തിട്ട് കണ്ടെന്ന് ആരും പറയാതെ നമ്മൾ ഒരുമിച്ച്. നീ ഒറ്റ കൊടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്റെ വെച്ചക്കൂല. രണ്ട് ക്യാമറ അപ്പുറത്തും ഇപ്പുറത്തും. സമാധാനമുണ്ട്. ഇതൊരു സമാധാനമുണ്ട്. അങ്ങനെയുള്ളത്. അപ്പൊ വളരെ സന്തോഷമായി എല്ലാരും വന്നിട്ട്. കുറച്ച് കരയാണ്ടി എന്നാലും ഒരു ക്ലൈമാക്സ് കിട്ടുമല്ലോ. കുറച്ച് കരി എന്നാലും ഒരു ക്ലൈമാക്സ് കിട്ടുമല്ലോ. എന്നാങ്ങനെ ചിരിക്കുന്ന ഇവരൊക്കെ വേറെ എന്തോ ചിരിക്കാനൊക്കെ എന്തോ ഒന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലേ. അതെന്താണ് പറഞ്ഞോളൂ. ഇതാണ് നമ്മളെ ഇത്. നമ്മളെ ചങ്ങല. ഇതാണ് ചങ്ങല. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച കൂടാൻ വിചാരിച്ചു. എല്ലാരും കൂടി ഗുണ്ടേരെ വീട്ടിൽ പോയിട്ട് അന്ന് അടിച്ചു പൊളിക്കാൻ അവിടെ കൂടാന്നെല്ലാം വിചാരിച്ചാണ്. സാഹചര്യം പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ ഒരു സാഹചര്യം നമുക്ക് ഒത്തു വരുത്തിച്ചു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് കുരുവിക്ക് ഡ്യൂട്ടി ഉള്ളതാണ്. ഉള്ളത് ഇന്ന് ലീവ് എടുത്തിട്ടാണ് വന്നത്. കാഞ്ഞങ്ങാടിന് ഓള് രാവിലെ 7 മണിക്ക് അവിടുന്ന് വിട്ടിന് ഇവിടെ എത്തി. ബാക്കിയുള്ളവർ മയിലാണ്. ഓള് മോറാഴിയാണ്, സജിന മോറാഴിയാണ്. അവിടുന്ന് 10 മണിക്ക് വന്നു. അതാണ് ഒത്താല് ഒലക്കേമില് കിടക്കാന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒലക്കഞ്ഞായി ഇത്. ഒത്ത ഒലക്കേമ കിടക്കുന്ന ഒലക്കായത്.
അയ്യോ അതൊന്നും അല്ലടി. അതുകൊണ്ട് അങ്ങനെയല്ല ഉള്ളത്. നമ്മളിത് വളരെ സന്തോഷമാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട്. നമ്മളെല്ലാം എന്റെ വീട്ടിലെല്ലാവർക്കും ഹാപ്പി ഉണ്ട്. പക്ഷെ എന്റെ ആങ്ങളക്ക് ഇവരെ എല്ലാരും കാണാൻ പറ്റില്ല. ഓനും ഭയങ്കര വിഷമമുണ്ട്. ഓനും ഇപ്പൊ അത് പറയുമ്പോൾ വിചാരിച്ചു ഇന്നാ വരുന്നത്. എനക്കും വളരെ സന്തോഷമായി എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കള് എല്ലായിടത്തും എത്തിയായിട്ട് വന്ന് അങ്ങനെ കുറച്ച് സമയം ചെലവഴിച്ചിട്ട് പോലായി. നമുക്ക് ഇതേ ഉള്ളൂ. ഇത് എങ്ങനെയാ എപ്പം പോയാലും നമ്മളെല്ലാരും ഋതിക്കൂല്ലാത്ത വിഷമം ഇപ്പൊ അല്ലേ? ഋതിക്കൂലല്ലോ സ്കൂളിൽ പോയില്ല. എൻ്റെ മോന് സ്കൂളിൽ പോയിന്. ചിക്കുറിനെല്ലാം പറഞ്ഞു പറഞ്ഞ് കരച്ചു തരുന്നുണ്ട്. കരഞ്ഞോ? കുറച്ച് കരഞ്ഞോ? എല്ലാവരും കരഞ്ഞോ? കുരുവി കൊന്നാലും കരിയില്ല. ഒക്കെ ചിരിയല്ലേ ഇപ്പൊ കണ്ടാ? എല്ലാരും കരി. ഇങ്ങനെയാണ്. ഇതാണ് ഒത്തൊരുമ, ചങ്ങായിമാർ ആയിട്ടുള്ള ഒത്തൊരുമ. ഞാൻ ചിരിക്കണോ? അതെന്റെ പിള്ളുറുമ്പ ഒന്ന് വർക്ക് ചെയ്ത് കൊടുക്കും. करनी सिफता ताजमहल तुम तेरे बारे लिखते लड़ जावे सारी रात नींद ना आवे तैनू बड़ा तड़पावे दिल चैन कहीं ना पावे 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 మల్టీప్లెక్స్ లోని ఆడియన్స్ లాగా మౌనం కొన్నా గానీ అమ్మో లోన గంటనగా జరిగిందే నమ్మో దిమ్మ తిరిగిందే మైండ్ సెమ్మో ఖుదా తో బాల్ దే तेरे बादलों को मेरा यार हंस रहा है बारिश की जाए ഇനി അഭിനയിക്കണം പോലെ ഒരു മിനിറ്റ് അടക്ക്. ഹലോ, എന്റെ മക്കളെന്ന് പറയാ. എന്റെ മക്കള് വന്ന് എല്ലാരും അടുത്ത അനിയത്തിമാർ വന്നിട്ടുണ്ട്. അവര് പോവുകയെന്ന്. ടാറ്റാ. ഞാൻ വരുന്ന അങ്ങോട്ട്. അവിടെ നിങ്ങൾ ബസ് ആയിട്ടുണ്ട്. എങ്ങനെയാ ഞാൻ വിടുക? മാതാജി വേമ്പാ വരും. ഷാട്ടോ മേ ഷാട്ടോ. ഓക്കെ എന്നാ ബൈ ബൈ. അങ്ങനെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും പിടിയലായി. അപ്പം നെക്സ്റ്റ് ഡേ നമ്മൾ പൂനെയിലേക്ക് വാപ്പസ് പോകുന്നു. അപ്പം എൻ്റെ തലേന്നാണ് എല്ലാം പോയി കണ്ടത്. ഭയങ്കര സന്തോഷമായി, വിഷമവുമായി എല്ലാവരും വിട്ടു പോകുമ്പോഴത്തേക്ക്. അപ്പോൾ അതിന് ആദ്യമേ പറഞ്ഞ മാതിരി ഒരു വിഷമം ഉണ്ടായിട്ടുള്ളൂ, ബിജു അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ എല്ലാവരും പോലായില്ല ആൻറ്റി. ആർക്കും ഇവിടെ വരുമ്പോ വഴി മറന്നു പോകില്ല. ഇങ്ങനത്തെ ഒരു സ്പേസ് കണ്ട നിങ്ങൾക്ക് വണ്ടി സൈഡാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വരാം. എല്ലാവർക്കും ഇനി ജൂലൈയിലാണ് നമ്മൾ സംഗമിക്കുക അല്ലേ? സമയത്ത് കിട്ടും അല്ലേ? എല്ലാവർക്കും ഒരുപോലെ അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ സൈഡായി അല്ലേ? എന്തെല്ലോ കുഴപ്പങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടം വരെ എത്തിയിനി. ഞാൻ പപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു, പപ്പ അല്ല അടിച്ചു പൊടിച്ചു പോയി. പോയാ എന്നാ വെച്ചിട്ടപ്പ ഞാൻ ഇങ്ങനെ സംഭവം ഉണ്ട്. പൊളിക്കാൻ വേണ്ടി നോക്കി, നിന്റെ കഴിവിന്റെ പരമാവധി നോക്കി. പക്ഷെ നടന്നിട്ടില്ല, നടക്കുകയില്ല. നീനല്ല ആരും വന്ന് നോക്കിയാലും ഈ ചങ്ങല ടീമിന് പൊളിക്കാൻ കഴിയില്ല. അടിപൊളി. ഇങ്ങനെ നിങ്ങൾ ചാവുന്നവരെ കോഴിക്കോട്ട് അല്ല ഒരുമിച്ച് ചത്താ മതി അല്ലേ? ഓരോരോ ചാവണ്ട. ഒരാൾ പോയി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും കുടിക്കാൻ പോകും. ആ അല്ല പിന്നെ നമ്മൾ നടന്നായാലും 2 ദിവസം ഫ്രീസറിൽ വെക്കാന്നാ വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ പുനക്കിന് വരണ്ടേ.
ഇതിപ്പോ അറ്റാക്ക് വരുന്നു ഇനിയിപ്പം വൈദ്യ എന്തെങ്കിലും വിധത്തിലാണ് കാണണ്ടേന്ന്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ പോയിട്ട്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിപ്പോയി. ഗുരു ആൻറ്റീനക്ക് പിന്നെ ഭയങ്കര സന്തോഷമായിപ്പോയി നമ്മളങ്ങോട്ട് പോയപ്പോൾ. കുറേ ആയി വിചാരിക്കുന്നത് പോകണം പോകണം പോകണം. അപ്പോൾ വാവ പ്രസവിച്ചപ്പോൾ തന്നെ അമ്മമ്മ വിളിക്കുന്നുണ്ടായിരുന്നു നമ്മളെ വാവ എന്ന് പറഞ്ഞിട്ട്, എപ്പോൾ വരും എന്ന്. അപ്പോൾ എനിക്ക് ലീവ് ഉണ്ടായിട്ടില്ല, അപ്പോൾ ഞാൻ ഇവരെയും വിട്ടിട്ടില്ല. ഇവരോടും പറഞ്ഞ് പോകണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ലേറ്റ് ആയപ്പോൾ ഇതാണ്. ഇപ്പോൾ വാവയ്ക്ക് ഇപ്പോൾ 5 മാസമായി. നല്ല ക്യൂട്ട് വാവ അല്ലേ. ബസ് വരുന്നുണ്ട് ഗൈസ്. ടാറ്റ ബൈ ബൈ എന്നെല്ലാം പറഞ്ഞ് പോകുന്നു. ചിക്കുനായിരുന്നു റോട്ടിന് ഒരു അൽഫാം ഉണ്ട്. ഞാൻ പൈസ കൊടുത്തു. അത് വേണ്ട. നമ്മളെ എൻ്റെ ഗുരുവാൻറ്റിക്ക് ഒരു കടമുണ്ട് എന്നോട്, അൽഫാം വാങ്ങിച്ചതാന്ന് പറഞ്ഞിട്ടൊരു കടം. അപ്പോൾ അത് ഞാൻ ഇപ്രാവശ്യം ചോദിച്ചിട്ട് ആൻറ്റിക്ക് ഭയങ്കര വിഷമമായിപ്പോയി, കൊടുത്തിട്ടില്ല എന്ന്. അപ്പോൾ ആൻറ്റി പറഞ്ഞു ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാം, അവിടെ നിന്ന് വാങ്ങിച്ച് കഴിച്ചോന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറില്ല അമ്മ പറഞ്ഞു അടുത്ത പ്രാവശ്യം കഴിക്കാം, അടുത്ത പ്രാവശ്യം നമ്മളെന്തായാലും കാണുമല്ലോ, അപ്പോൾ കുഴപ്പമൊന്നുമില്ല കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ടാറ്റ ബൈ ബൈ എന്നെല്ലാം പറഞ്ഞ് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിനി. അവിടെ പോയിട്ട് നല്ല അമ്മമ്മയും നല്ല സൂപ്പർ സ്വഭാവമില്ല നല്ല ആൻറ്റിയും വാവയും, നല്ല ക്യൂട്ട് ലിറ്റിൽ വാവയും. നമ്മൾ മോനെ കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ, ഋത്തുവിനെ കാണാൻ പറ്റിയില്ല, അവന് സ്കൂളിൽ പോയിനി. പിന്നെ ബിജു അങ്ങളിനെയും കാണാൻ പറ്റിയില്ല, അതും ഭയങ്കര വിഷമമായി പോയി. എന്നപ്പോഴും അടുത്ത വീഡിയോ കാണാം കേട്ടോ. ടാറ്റാ, ടേക്ക് കെയർ, ബൈ.